ഹലോ. ഹെഡ്മിയിലൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ വ്ളോഗില് ഞാൻ ബജി ഉണ്ടാക്കുന്ന മുളക് മേടിച്ചപ്പോൾ എനിക്ക് വാട്സപ്പിൽ കുറെ പേര് മെസ്സേജ് ചെയ്തു, ബെൻസി പെട്ടെന്ന് അതിന്റെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്യണേന്ന്. എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്നവർ എന്റെ വലിയ വ്ളോഗിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് ലെങ്ത് കുറവാകുമ്പോഴേ എനിക്കറിയാം ഇപ്പൊ ചോദ്യം വരും, ചേച്ചി ചെറിയ വീഡിയോ ആണല്ലോ എന്ന്. അപ്പൊ ഈ റെസിപ്പി അല്ലെങ്കിൽ ഞാൻ ഇടാൻ താമസിക്കും കേട്ടോ. കാരണം കുറച്ച് അത്യാവശ്യം ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് കഴിഞ്ഞ വ്ളോഗിൽ ഞാനൊരു മസാല കപ്പലണ്ടി ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് അതിന്റെ ഓർഡർ വന്നു. പിന്നെ ഒന്ന് രണ്ട് സ്പെഷ്യൽ അച്ചാറുകളുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടൊക്കെ വലിയ വ്ളോഗ് എഡിറ്റ് ചെയ്യാൻ സമയമാവും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി, അതുപോലെ തന്നെ എരി അനുസരിച്ച് മുളക് പൊടി ചേർക്കാം, ഉപ്പ്, ലേശം കായപ്പൊടി, പിന്നെ ചെറിയ ജീരകം, നല്ല ജീരകം അതിന്റെ പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെരിഞ്ജീരകത്തിന്റെ പൊടി ചേർക്കാം. ഗരം മസാല ചേർക്കുന്നവരുണ്ട്. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പൊ ഇതിന്റെ അളവെന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച്, അതായത് ഒത്തിരി വെള്ളമായി പോകരുത്, അത്യാവശ്യം കട്ടി വേണം. അതനുസരിച്ച് ഇടയ്ക്ക് പൊടി ഇട്ട് കൊടുക്കാം. കടലമാവ് കൂടുതലും അരിപ്പൊടി കുറവുമായിരിക്കണം. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി വെള്ളമായി പോകരുത് കേട്ടോ. ഇനി നമ്മൾ എടുക്കുന്ന ബാറ്റർ അധികമായാൽ അയ്യോ വേസ്റ്റ് ആയി പോകുമല്ലോ എന്ന് ചിന്തിക്കേണ്ട. ആ ബാറ്റർ മാത്രം എണ്ണയിൽ കോരി ഒഴിച്ച് അതിന്റെ ബജി ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് വേറെ എന്താണ്, നമുക്ക് 4 മണിക്ക് വേറെ ഒന്നും ഉണ്ടാക്കാനില്ലെന്നുള്ളവർ ഇച്ചിരി കടലമാവും ഈ നമ്മുടെ സെയിം മിക്സ് ഇച്ചിരി ഒന്നുണ്ടാക്കി എണ്ണയ്ക്കകത്തിട്ടൊന്ന് വറുത്തെടുത്ത് നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് മൊത്തത്തിൽ വരയാതെ നടുക്കൂടെ ഇത്തിരി ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത്രയും മാത്രം മതി. മൊത്തത്തിൽ വരഞ്ഞാൽ അതങ്ങ് കീറിപ്പോകും. അതുകൊണ്ടാണ്. അപ്പൊ പുതിയ പിച്ചാത്തി ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ട് വ്ളോഗിന് ഞാൻ ഏതോ ഒരു വ്ളോഗിൽ കാണിച്ചിരുന്നു. അപ്പൊ അത് വാങ്ങിയപ്പോ അതിന്റെ ആ ക്യാപ്പ് ഉണ്ടല്ലോ, പേപ്പറിന്റെയാണ് കേട്ടോ, കട്ടിയുള്ള പേപ്പറിന്റെ, അത് ഞാൻ കളഞ്ഞിട്ടില്ല, അതിട്ടാണ് വെക്കുന്നത്. അപ്പൊ എരിയുള്ള മുളകാണെന്നുണ്ടെങ്കിൽ എരി കളയാൻ വേണ്ടി ഇത്തിരി വെള്ളം തിളപ്പിച്ച ശേഷം അതിനകത്തേക്ക് ഇത്തിരി നേരം ഈ മുളക് ഇട്ട് വെക്കണം. എന്റെ ഇതിന് വലിയ എരിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇട്ട് വെക്കുമ്പോൾ ആ മുളക് ഒന്ന് വാടിയും കിട്ടും. അതിനു വേണ്ടി കൂടിയാണ്. കാരണം ഒത്തിരി പച്ചയായിട്ടുള്ളത് നമുക്ക് മാവിനകത്ത് മുക്കിയിടുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടത്തില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ആ മുളക് ഒന്ന് വാടിയും കിട്ടും, എരി ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അകത്തെ ആ അരി ഉണ്ടല്ലോ, അതെടുത്ത് കളയേണ്ടി വരും. പക്ഷെ അങ്ങനെയൊന്നും വലിയ എരി ഇല്ല കേട്ടോ. എനിക്ക് അറിയില്ല, ഇനി എരിയുള്ള മുളക് കിട്ടാറുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ടും ആയിരിക്കാം. അത് കുറച്ചു നേരം വെള്ളത്തിൽ അങ്ങനെ ഇട്ട ശേഷം അതിൽ നിന്ന് മാറ്റി അതിന്റെ വെള്ളം ഒന്ന് വാറ്റാനായിട്ട് കണ്ണോപ്പയിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം. നമ്മൾ ബജി ഉണ്ടാക്കുന്നതിന്റെ ഇച്ചിരി മുമ്പാണ് ഞാൻ ബേക്കിംഗ് സോഡ ചേർത്തിരിക്കുന്നത്. അത് മസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആവാനാണ്. അതായത് നമ്മുടെ ബജി ഉണ്ടല്ലോ ഒന്ന് സോഫ്റ്റ് ആവാൻ. അപ്പൊ നമ്മൾ ഈ മസാല മുളക് മുക്കാനായിട്ട് ചെറിയ മുളകാണെങ്കിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ നമ്മുടെ ആ ബാറ്റർ ഒഴിച്ച ശേഷം അതിനകത്ത് മുക്കുന്നത് ഈസിയാണ്. അപ്പൊ എന്റെ കയ്യിലെ മുളകെന്ന് പറയുന്ന വലിയ മുളകാണ്. അത് ആ ഗ്ലാസ്സിൽ ഒതുങ്ങത്തില്ല. അപ്പൊ ഇനി ഞാൻ വിചാരിക്കുന്നു മുളക് ബജി മേടിക്കുമ്പോൾ ചെറിയതേ എടുക്കത്തുള്ളൂ. അന്നേരം ഗ്ലാസ്സിനകത്ത് മുക്കിയിട്ട് നമുക്ക് ഇടാൻ എളുപ്പമാവും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ബജി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ മോടം വാലുണ്ടല്ലോ, ഞെടുപ്പ്, അത് കളയരുത്. അതിൽ പിടിച്ചായിരിക്കണം നമുക്ക് ഇടാൻ പറ്റുന്നത് കേട്ടോ. എന്നിട്ട് എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ തീ കുറച്ച ശേഷം, തീ കൂട്ടിയിട്ട് അതിനകത്തോട്ട് ഇടരുത്, തീ കുറച്ച ശേഷം അതിനകത്തേക്ക് ഇതുപോലെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആകെ ഒരു 6 ബജി ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ ഇത്തിരി മാവ് ബാക്കിയുള്ളത് കൊണ്ട് ഒന്ന് രണ്ടെണ്ണം കൂടി കൂടുതൽ എടുത്തായിരുന്നു മുളക്. ബാക്കി ഇത്തിരി ബാറ്ററേ ഉള്ളായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ കണക്ക് എണ്ണയ്ക്കകത്ത് കോരി ഒഴിച്ചെടുക്കുമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. മാവിനകത്ത് ഇട്ട ഉടനെ അത് തിരിച്ചും മറിച്ചും ഇടരുത്. തെറ്റിപ്പോയി മാവിനകത്തല്ല, എണ്ണയ്ക്കകത്ത്. ഞാൻ ചെറിയ പാത്രം എടുത്തതെന്ന് വെച്ചാൽ വലിയ പാത്രമാകുമ്പോൾ വിസ്താരം അനുസരിച്ച് മുങ്ങിക്കിടക്കാൻ എണ്ണ കൂടുതൽ ഒഴിക്കണം. അപ്പൊ ചെറുതാകുമ്പോ അധികം എണ്ണ ഒഴിക്കണ്ടല്ലോ എന്നുള്ള ചിന്തയോടെയാണ് കേട്ടോ. പക്ഷെ മുളകിന്റെ നീളക്കൂടുതൽ കാരണം തിരിച്ചിടാനും ബുദ്ധിമുട്ട്. 2 എണ്ണം ഇട്ട് വറുത്തെടുത്താൽ മതിയായിരുന്നു. ഞാൻ ആദ്യത്തെ ഒരു ബാച്ചേ ഉള്ളൂ 3 എണ്ണം ഇട്ടത്, പിന്നെ 2 എണ്ണം വെച്ചാണ് വറുത്തെടുത്തത്. ഞാൻ നല്ലെണ്ണയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ യാതൊരു കാരണവശാലും നല്ലെണ്ണ ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞങ്ങൾക്ക് ഇഷ്ടമാണ് നല്ലെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ ഞാൻ ഈ ഫ്രൈ ഐറ്റംസ് ഒക്കെ വളരെ കുറവാണ് ഇടുന്നത് കേട്ടോ. കാരണം ഹെൽത്ത് വൈസ് നോക്കുന്നവര് ഫ്രൈ ഐറ്റംസ് ഒന്നും അധികം ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. ഇവിടെയും അങ്ങനെ ഫ്രൈ ആയിട്ടുള്ളത് വളരെ കുറവാണ് ചെയ്യുന്നത് കേട്ടോ.
നിങ്ങൾക്ക് അറിയാലോ ഞങ്ങളുടെ ഫുഡ് എങ്ങനെയൊക്കെയാണെന്ന് സ്ഥിരം വ്ളോഗ് കാണുന്ന എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ കുറവാണ് എണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്നത്. അപ്പൊ ഇത് പെട്ടെന്ന് ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് തന്നെ അതിശയമായിരുന്നു, ദൈവമേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്ന്. കാരണം ഞാൻ പുറത്തുനിന്ന് റെസ്റ്റോറന്റിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ സംശയമായിരുന്നു. പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ എത്രത്തോളം നന്നായിട്ട് കിട്ടിയെന്നും. അപ്പൊ ഇത് രണ്ട് രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ ഒരു രീതി. അതിനുശേഷം ഇത് നല്ല ടേസ്റ്റ് ആണ്, നല്ല പക്ഷെ അതിന്റെ ആ ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് എത്രത്തോളം ക്രിസ്പി ആയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, എത്ര നേരം. കാരണം അത് തണുത്തു പോയാൽ അത് സോഫ്റ്റ് ആവുമായിരിക്കാം. എനിക്ക് അതേക്കുറിച്ച് കറക്റ്റ് അറിയില്ല. കാരണം ഇവിടെ പെട്ടെന്ന് തീർന്നു കേട്ടോ. കടയിൽ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ കഴിച്ചു. പക്ഷെ ഇത് മറ്റൊരു രീതി എന്ന് പറഞ്ഞത് ഇതാണ്. സെയിം ബാറ്റർ ഞാൻ പിറ്റേന്ന് ചെയ്തതാണ് കേട്ടോ. മുളക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്നത് എനിക്ക് ഇതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതായത് ആ ബാറ്റർ ആ മുളകിന്റെ അകത്ത് കയറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. എനിക്ക് മുഴുവനെ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ടത്. ഇതും വളരെ പെട്ടെന്നായി കിട്ടും. ഇത് ചെയ്ത ദിവസം നമുക്കിവിടെ ഒരു കസ്റ്റമർ വന്നിരുന്നു സാധനം എടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. നമ്മുടെ ഒത്തിരി അടുത്തല്ല, ഇവിടെ കൊട്ടാരക്കര തന്നെയുള്ളതാണ്. ഇടയ്ക്ക് സാധനങ്ങൾ അച്ചാറോ അല്ലെങ്കിൽ എലമെന്റ്സിന്റെ പേസ്റ്റ് ആണ് അവർ യൂസ് ചെയ്യുന്നത്, അതൊക്കെ മേടിക്കാൻ വരാറുണ്ട്. അപ്പൊ ഇത് അടപ്പേന്ന് ഇങ്ങോട്ട് വാങ്ങി വെച്ചപ്പോഴാണ് അവര് വന്നത്. അവർക്കും കൊടുത്തു, അവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവര് പറയുമായിരുന്നു മുഴുവനെ ഉള്ളതിനേക്കാളും ഇതാണല്ലോ കുറച്ചുകൂടി ടേസ്റ്റ് എന്ന്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം കേട്ടോ. ഇങ്ങനെ വേണേലും ചെയ്യാം, മറ്റേ രീതിയിലും ചെയ്യാം. ആ, വളരെ എളുപ്പമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും, ഒരു സംശയം വേണ്ട. അപ്പൊ നമ്മുടെ അച്ചാറിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ അച്ചാർ എന്ന് പറയുന്നത് മാങ്ങ വെള്ളക്കിട്ടതുപോലെ, അതായത് നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്ത് ഇട്ട് ഒരു എണ്ണം ചെയ്യുന്നു. പിന്നെ വേറെ ഒരെണ്ണം, അത് ഞാൻ പിന്നെ പറയാം. അതിന്റെ പരീക്ഷണം നടക്കുന്നു. സക്സസ് ആവും എന്നാണ് വിചാരം. ആ റെസിപ്പി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ തന്നെ, കുവൈറ്റിലുള്ള ജൂലിയറ്റ്, എനിക്ക് കുറേ നാൾ മുമ്പേ പറഞ്ഞതാണ്, മോളെ അതൊന്ന് ട്രൈ ചെയ്യും, സക്സസ് ആവും, എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഈ ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ കുറേ നാളായിട്ട് പറഞ്ഞതാണ്. ഞാനത് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും ട്രൈ ചെയ്യണം. അതിന്റെ സാധനങ്ങളെല്ലാം മേടിച്ചു. ഇതൊക്കെയാണ് വിശേഷങ്ങള്. പുതിയതായിട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞാന് സ്റ്റാറ്റസിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ, വാട്സപ്പ് സ്റ്റാറ്റസിൽ. അതേ നടക്കത്തുള്ളല്ലോ, അല്ലാതെ ഓരോ അപ്ഡേറ്റ് നമുക്കിപ്പോ യൂട്യൂബിൽ ഇടാൻ പറ്റില്ലല്ലോ. വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് ഇട്ടാലും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ആകെയുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് ആണ്. അപ്പൊ അതിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതൊക്കെയാണ് വിശേഷങ്ങള്. വീഡിയോ ഞാൻ പറഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യുന്നവരുണ്ട്, ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോ അടുത്ത വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ, ഗോഡ് ബ്ലസ് യു.